ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഹാപ്പി ഹൈവ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് തായ്ഫിലുള്ള നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു ഫാം ഹൗസിലേക്കാണ്. ആ ഫാം ഹൗസിൽ നിറയെ കൃഷികളുണ്ട്, നല്ല ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ കുറേ മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതാ ഷീനാസ് മൾബറി കിട്ടി. ഷീനാസിന് എങ്ങനെയുണ്ട് ഷീനാസ്, മധുരണ്ടോ? അത്തി ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ അല്ലേ? നല്ല ഭംഗിയുള്ളൊരു, ഒന്നും പഴുത്തതില്ല പക്ഷേ കേട്ടോ. അതാ അതാ വാഴ വാഴ അതാ നാരങ്ങ, നല്ല ഫ്രഷ് നാരങ്ങ. നല്ലൊരു നാട്ടിലെത്തിയൊരു വൈബുണ്ട് അല്ലേ? പഴുത്തിട്ടില്ല. അതാ ജെർസിൽ പൂജയിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. തായ്ഫിനെ പോലെ തന്നെ നല്ല തണുത്ത വെള്ളമാണത്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീടിനുള്ളിലേക്ക് കയറാണ്. കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ലിവിങ് റൂം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മജ്ലിസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയിട്ട് ഞങ്ങൾ മേലേക്ക് കയറുകയാണ്. ഇതിൻ്റെ മേലത്തെ നിലയിലും ഒരു ബെഡ്റൂം ഉണ്ട്, പിന്നെ അവിടെ ഒരു കോമൺ സിറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജെർസിലാണ് ഞങ്ങളെ മേലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. സോ അതാ ഞങ്ങൾ വന്നപ്പോൾ അത് നല്ല വിശാലമായൊരു കോട്ടിയാടാണ്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. ഞങ്ങളിതാ ഇവിടുന്ന് ഫാം ഹൗസിൽ നിന്ന് പോവുകയാണ്. ആ ഫാം ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെ ദ സ്പൈസി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കേരള റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അതിൻ്റെ പുറത്തെ ലൈറ്റിങ്ങും ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. നല്ലൊരു ആംബിയൻസാണ് അവിടെ, ഇൻസൈഡും ഔട്ട് സൈഡൊക്കെ ആയിട്ട് നല്ല സീറ്റിംഗ് ഏരിയ, നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. ഞങ്ങളെല്ലാവരും തായ്ഫിൽ ആ തണുത്ത കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് പുറത്താണ് ഓപ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു പുതിയ റെസ്റ്റോറൻ്റാണ്. ഇനി നിങ്ങൾ തായ്ഫ് വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ചെമ്പല്ലി ചുട്ടത്, പിന്നെ ഫ്രൈഡ് റൈസ്, ആലപ്പി ചിക്കൻ കറി, പൊറോട്ട, പിന്നെ ബീഫ് ഫ്രൈ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. എല്ലാവരും കേരള ഫുഡ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അതാണ് അങ്ങനെ നമ്മളൊരു ഓപ്ഷനിലേക്ക് പോയത്. അപ്പോൾ എല്ലാവരും ആവേശത്തിൽ കഴിക്കുകയാണ്, കാരണം എല്ലാവർക്കും നല്ല വിശന്ന് നല്ല ഇടങ്ങേറായിരിക്കുകയാണ്. സ്പെഷ്യലായിട്ട് പറഞ്ഞു ഇവിടുത്തെ ചായ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഫുഡൊക്കെ നല്ലതായിരുന്നു, പക്ഷേ എനിക്ക് അവിടുത്തെ ചായയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. നല്ല ഏലക്കയൊക്കെ ഉള്ള നല്ല സൂപ്പർ ചായ, ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി ആ ചായ കുടിച്ചപ്പോൾ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തായ്ഫ് സ്ട്രോബെറി ഫാമിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. എക്സാക്ട് ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നിങ്ങൾ തായ്ഫ് പോകുമ്പോൾ യു ക്യാൻ ജസ്റ്റ് ട്രൈ ദിസ് വൺ ഔട്ട്. സോ ഗൈസ്, ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇറ്റ്സ് മീ ആലിയ സൈനിങ് ഓഫ് ഫ്രം ഹാപ്പി ഹൈവ്. ബൈ ബൈ.